നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-നെ ഞെട്ടിച്ചുകൊണ്ട് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. പൊതുവെ പി പ്രസാദിനെ കുറിച്ച് വളരെ സൗമ്യഭാവക്കാരൻ, സൗമ്യശീലൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ CPM-നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്നും സർക്കാർ പിന്മാറി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവിടെ RSSന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ രൂപം വച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രം വച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടി ആരംഭിക്കണമെന്ന് ഗവർണറുടെ ഓഫീസ് മന്ത്രിയെ അറിയിച്ചു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കൃഷി വകുപ്പാണ്. അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആ പരിപാടിയിൽ ഉണ്ടാകേണ്ടതുമാണ്. എന്നാൽ RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ തങ്ങൾ പങ്കുകൊള്ളില്ല എന്ന് പി പ്രസാദ് തീരുമാനിച്ചു. ഇത് ഗവർണറുടെ ഓഫീസിനെ അറിയിക്കുകയും രാജ്ഭവനിലെ പരിപാടി കൃഷി വകുപ്പ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി. ഇത് കേട്ട് അല്ലെങ്കിൽ ഇതറിഞ്ഞ് ഞെട്ടിപ്പോയത് CPM കേന്ദ്രങ്ങളാണ്. ഗവർണറുമായി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയി തങ്ങൾ പറയുന്ന ആളുകളൊക്കെ വൈസ് ചാൻസലറാക്കാൻ ഗവർണറെ സോപ്പിട്ട് നിർത്തുകയാണ് CPM. പക്ക RSSകാരനായ അല്ലെങ്കിൽ പക്ക RSS പ്രചാരകനായ രാജേന്ദ്ര കേൽക്കർ രാജ്ഭവനിലെത്തിയതോടെ പിണറായി വിജയന്റെ RSS വിരോധമെല്ലാം പമ്പ കടന്നു എന്നാണ് പറയപ്പെടുന്നത്. CPM-ഉം ഇപ്പോൾ ഗവർണർക്കെതിരെ തിരിയാറില്ല. കാരണം തങ്ങൾ പറയുന്നതെല്ലാം ഗവർണർ ചെയ്തു തരുന്നു, ഗവർണർ പറയുന്നതെല്ലാം തങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇതിങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് രാജ്ഭവനിലെ പരിപാടി റദ്ദാക്കിക്കൊണ്ട് കൃഷി വകുപ്പ് ഉത്തരവ് നൽകുന്നത്. ആ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയാണ്. കാരണം ഒരു സർക്കാർ പരിപാടിയിൽ ഏതെങ്കിലും ഒരു സംഘടന ഉപയോഗിക്കുന്ന ചിത്രമോ പ്രതിരൂപമോ ഒന്നും പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് മന്ത്രി പി പ്രസാദ് പറയുന്നത്. തൻ്റെ വകുപ്പായ കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ സർക്കാരിൻ്റെ ചിഹ്നങ്ങളും എംബ്ലങ്ങളും അല്ലാതെ RSS പോലുള്ളൊരു സംഘടനയുടെ ചിഹ്നങ്ങൾ അവിടെ വയ്ക്കാനോ അതിൽ പുഷ്പാർച്ചന നടത്താനോ താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് വെട്ടിത്തുറന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഇതോടെ ഗവർണറുടെ ഓഫീസിന് അസംതൃപ്തിയായി. ഏതായാലും ഈ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, CPM ഇത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം RSSന്റെ പ്രചാരകനായ സമുന്നത RSS നേതാവായ രാജേന്ദ്ര കേൽക്കർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പിണറായി വിജയന്റെ സർക്കാർ മടിക്കുന്ന ഘട്ടത്തിലാണ് CPIയുടെ നേതാവായ കൃഷിമന്ത്രി പി പ്രകാശ് ഗവർണറുടെ ഓഫീസിലെ അല്ലെങ്കിൽ ഗവർണറുടെ വസതിയായ രാജ്ഭവനിലെ പരിപാടി റദ്ദാക്കിക്കൊണ്ട് ആ പരിപാടി സെക്രട്ടറിയിലേക്ക് മാറ്റുന്നത്. ആ പരിപാടി റദ്ദാക്കാൻ പറഞ്ഞ കാരണമോ RSSന്റെ ഫോട്ടോയിൽ അല്ലെങ്കിൽ RSS വച്ച് പൂജിക്കുന്ന ആരാധിക്കുന്ന ഭാരതാംബയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് സർക്കാരിൻ്റെ പരിപാടി നടത്താൻ തനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ആ പരിപാടി രാജ്ഭവനിലെ പരിപാടി റദ്ദ് ചെയ്യുന്നു, ഇതാ ഞങ്ങളത് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. ഗവർണറെ പ്രീണിപ്പിച്ച് സ്വന്തം കാര്യങ്ങൾ നേടുന്ന ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിൽ നിൽക്കാതെ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുണ്ടായ ഏറ്റുമുട്ടൽ പോലെയല്ല, രാജേന്ദ്ര കേൽക്കറുമായി ഏറ്റുമുട്ടലുണ്ടായാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് സർക്കാരിനറിയാം. അതുകൊണ്ട് തന്നെ വളരെ മയത്തിലാണ് ഇപ്പോൾ ഗവർണറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പി പ്രസാദ് ഇത്തരത്തിലുള്ളൊരു കടുത്ത തീരുമാനമെടുത്ത് CPM-നെ ഞെട്ടിച്ചത്.